അവന്തിക വരുന്നെങ്കിൽ വരട്ടെ, അത് നല്ലതല്ലേ? സമൃദ്ധയ്ക്ക് അത് സന്തോഷാവുകയും ചെയ്യും. അതെ ഗോകുൽ, സ്വന്തം സഹോദരിയെ പോലെ എന്റെ കാര്യത്തിൽ ഇത്രയും താല്പര്യം കാണിക്കുന്ന അവന്തികയോട് എങ്ങനെ നമ്മൾ വരണ്ടെന്ന് പറയുന്നത്? അയ്യോ, ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങള് കാരണം അവന്തിയേക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുന്നേ ഞാൻ കരുതിയുള്ളൂ. എന്തു ബുദ്ധിമുട്ട്? അവന്തിക ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അല്ലേ? സമൃദ്ധയുടെ കൂടെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് അവന്തിക ഉള്ളതാ ഏറ്റവും നല്ലത്. ഈ സമയത്തൊക്കെ അല്ലേ മനുഷ്യർ പരസ്പരം സഹായിക്കേണ്ടത്. ഈ സമയത്ത് ഞാൻ ഇവളുടെ കൂടെ ഇല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് എനിക്കാണെന്ന് ഇവർക്കറിയില്ലല്ലോ. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് ഓഫീസിൽ അത്യാവശ്യം ജോലികളുണ്ട്. എന്നാ ഞാൻ ഇപ്പൊ റെഡി ആയിക്കോട്ടെ. ശരി, ആശ്രമത്തിൽ പോകാനുള്ള കാര്യങ്ങൾ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കേ. എനിക്ക് ഇതിൽ പര സന്തോഷം വേറെ ഇല്ല. ഇത്രയ്ക്ക് വലിയ മനസ്സ് എന്നോട് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല. ഇത് നിന്റെ ആവശ്യമല്ല മോളെ. നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതിരിക്കേണ്ടത് ഈ പേരിട്ട തള്ളേക്കാൾ ആവശ്യം എനിക്കല്ലേ? ഇവരൊക്കെ കഥ അറിയാതെ ആട്ടം കാണുന്നവരല്ലേ? അവന്തിക എന്താ ആലോചിക്കുന്നത്? ആ, നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്ന നിമിഷം ഞാനൊന്ന് ആലോചിച്ച് നോക്കുമായിരുന്നു. ആ സമയത്ത് നിന്റെ അടുത്ത് ഞാൻ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നാ നിങ്ങളിരിക്കും, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. താ മോളെ. ആശ്രമത്തിലെ ചികിത്സയുടെ കാര്യം വേറെന്തൊക്കെയാ ഗോകുലം നിന്നോട് പറഞ്ഞിട്ടുള്ളത്? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശിവയോഗിയുടെ ആശ്രമത്തിലെ ട്രീറ്റ്മെന്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന്. നമുക്ക് എന്റെ മുറിയിലേക്ക് പോവാം, എന്നിട്ട് വിശദമായിട്ട് അതൊക്കെ പറയാം. വാ.